നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈനുമായി ചേർന്ന് 4 പോയിന്റ് പദ്ധതി പ്രഖ്യാപിച്ച് കെയർ സ്റ്റാർമർ. അമേരിക്കയെ ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമമെന്ന് സ്റ്റാർമർ. വിശ്വാസികൾക്ക് ആശ്വാസം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില തൃപ്തികരം. ആശുപത്രി ചാപ്പലിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പാപ്പ. 4 ഓസ്കാർ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി തിളങ്ങി അനോറ. ഗാസ മുനമ്പിലേക്കുള്ള സഹായം തടഞ്ഞ് ഇസ്രയേൽ. നീക്കം ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം അവസാനിപ്പിച്ചതിന് പിന്നാലെ. വെടിനിർത്താനുള്ള യുഎസിന്റെ നിർദ്ദേശം അംഗീകരിച്ച് ഇസ്രയേൽ. വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗത്തിനെതിരെ മുന്നറിയിപ്പ് നൽകി ആഭ്യന്തര മന്ത്രാലയം. ബോധവൽക്കരണം തുടങ്ങി. മണ്ടയ്ക്കാട് ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെ വാർഷിക കൊട മഹോത്സവത്തിന് തുടക്കം. പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് UK പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമർ ഉക്രൈനുമായി ചേർന്ന് 4 പോയിന്റ് പദ്ധതി പ്രഖ്യാപിച്ചു. ഉക്രൈനിലേക്ക് സൈനിക സഹായം ഒഴുകുന്നത് തുടരാനും റഷ്യയ്ക്കുമേൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുക, ഉക്രൈന്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കുക എന്നു തുടങ്ങുന്ന 4 പോയിന്റുകളാണ് പദ്ധതിയിലുള്ളത്. ഈ പദ്ധതിയിൽ ഫ്രാൻസിനും മറ്റു രാജ്യങ്ങൾക്കും ഇഷ്ടപ്പെട്ടവരുടെ പക്ഷം നിൽക്കാം. എന്നാൽ എല്ലാ പിന്തുണയിലും അമേരിക്കയെ ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുമെന്നും സ്റ്റാർമർ കൂട്ടിച്ചേർത്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് വത്തിക്കാൻ. മാർപ്പാപ്പയുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നുവെന്നും അദ്ദേഹത്തിന് മെക്കാനിക്കൽ വെന്റിലേഷൻ ഇനി ആവശ്യമില്ലെന്നും പകരം ഓക്സിജൻ മാത്രമേ ആവശ്യമുള്ളൂ. ഞായറാഴ്ച രാവിലെ ആശുപത്രി ചാപ്പലിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കെടുത്തു. പിന്നീട് ദിവസം മുഴുവൻ വിശ്രമത്തിനും പ്രാർത്ഥനയ്ക്കുമായി സമയം ചെലവിട്ടു. 97ാമത് ഓസ്കാർ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ 4 പുരസ്കാരങ്ങൾ സ്വന്തമാക്കി തിളങ്ങി അനോറ. മികച്ച സിനിമ, സംവിധാനം, നടി, അവലംബിത തിരക്കഥ എന്നിവയ്ക്കുള്ള അവാർഡുകൾ അനോറ സ്വന്തമാക്കി. സിനിമയുടെ സംവിധാനം, തിരക്കഥ, എഡിറ്റിംഗ് എന്നീ 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങളും കൈകാര്യം ചെയ്ത ഷോൺ ബേക്കറിന് 2 ഓസ്കാർ ശില്പം സ്വന്തമായി. ഷോൺ ബേക്കറിനെ മികച്ച സംവിധായകനും തിരക്കഥാകൃത്തുമായി തിരഞ്ഞെടുത്തു. മികച്ച നടൻ ഏഡ്രിയൻ ബ്രോഡി ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയുടെ പകർനാട്ടത്തിനാണ് ബ്രോഡി മികച്ച നടനുള്ള പുരസ്കാരം ഒരിക്കൽ കൂടി നേടിയത്. ചന്ദ്രനിലിറങ്ങുന്ന 2ാമത്തെ സ്വകാര്യ ലാൻഡറായ ഫയർഫ്ലൈ എയറോസ്പേസിന്റെ ബ്ലൂ ഗോസ്റ്റ് ഭൂമിയിൽ നിന്നും കാണാവുന്ന ചന്ദ്രവംശത്തെ കിഴക്കൻ കോണിലാണ് US സമയം ഇന്നലെ പുലർച്ചെ ലാൻഡർ ഇറങ്ങിയത്. ചന്ദ്രനിൽ ലാൻഡർ ഇറക്കാനുള്ള ഫയർഫ്ലൈയുടെ ആദ്യ ശ്രമമാണ് വിജയം കണ്ടത്. നാസയ്ക്ക് വേണ്ടിയുള്ള 2 ആഴ്ചത്തെ ഗവേഷണ ദൗത്യമാണ് മുന്നിൽ. USലെ തന്നെ സ്വകാര്യ കമ്പനിയായ ഇൻഡ്യൂറ്റീവ് മെഷീന്റെ ഒഡീസിയ ലാൻഡർ കഴിഞ്ഞ വർഷം ചന്ദ്രനിലിറങ്ങിയിരുന്നു. ഇൻഡ്യൂറ്റീവ് മെഷീന്റെ അദീന 6 ചന്ദ്രനിലിറങ്ങും. ഗാസ മുനമ്പിലേക്കുള്ള സഹായങ്ങൾ എത്തിക്കുന്നത് തടഞ്ഞ് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിന് പിന്നാലെയാണ് ഗാസയിലേക്കുള്ള സഹായങ്ങൾ ഇസ്രയേലിലേക്ക് തടഞ്ഞത്. വെടിനിർത്തൽ കരാർ നീട്ടിയെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് മുന്നറിയിപ്പ് നൽകി. അതേസമയം സഹായങ്ങൾ പൂർണ്ണമായും നിർത്തിവെച്ചോ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ലെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം ശനിയാഴ്ച അവസാനിച്ചു. വെടിനിർത്തലിന്റെ 2ാം വട്ട ചർച്ചകൾ ഇനിയും ബാക്കിയാണ്. റംസാനും പെസഹയും പരിഗണിച്ച് ഗാസയിൽ വെടിനിർത്താനുള്ള USന്റെ നിർദ്ദേശം അംഗീകരിച്ച് ഇസ്രയേൽ. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസാണ് ഞായറാഴ്ച ഇക്കാര്യം അറിയിച്ചത്. ഹമാസുമായുള്ള വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിച്ച ശേഷം ഗാസയിലെ വെടിനിർത്തൽ താൽക്കാലികമായി നീട്ടാനുള്ള USന്റെ നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചതായാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്. അൾജീരിയയിൽ തടവിലാക്കപ്പെട്ട ഫ്രഞ്ച് അൾജീരിയൻ എഴുത്തുകാരൻ ബൗളം സൻസലിന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ജയിൽവാസത്തിനിടെയാണ് അദ്ദേഹം നിരാഹാരം സമരം നടത്തുന്നത്. ദേശീയ സുരക്ഷാ കുറ്റം ചുമത്തി നവംബറിലാണ് സൻസിലെ അറസ്റ്റ് ചെയ്തത്. സൽമാൻ റുഷ്ദി, ആനി എർസോണിക്സ് എന്നിവരുൾപ്പെടെ പ്രമുഖ എഴുത്തുകാരുടെ ഒരു സംഘം അദ്ദേഹത്തിന്റെ മോചനത്തായുള്ള ഒരു പ്രസ്താവനയിൽ ഒപ്പുവെച്ചു. HIV എയ്ഡ്സിനെതിരെ പോരാടുന്നതിനുള്ള UN പദ്ധതിക്കുള്ള ധനസഹായം ട്രംപ് ഭരണകൂടം നിർത്തലാക്കി. രോഗത്തിനെതിരായ ആഗോള പോരാട്ടത്തിന് വെല്ലുവിളിയാവുകയാണ് ട്രംപിന്റെ ഈ പുതിയ നീക്കം. US എയ്ഡ് വഴി US വിദേശ സഹായ പദ്ധതിക്കുള്ള ഫണ്ട് നിർത്തലാക്കുന്ന ഉത്തരവ് പുറത്തുവിട്ടത് ട്രംപിന്റെ വിശ്വസ്തനായ പീറ്റർ മരോക്കയാണ്. ലോകമെമ്പാടുമുള്ള ജീവൻ രക്ഷാ, ആരോഗ്യ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിലെ അമേരിക്കൻ പങ്കാളിത്തം അവസാനിപ്പിക്കുന്നതിനായി ഭരണകൂടം നടത്തിയ ഏറ്റവും പുതിയ നീക്കമാണ് UN എയ്ഡിനുള്ള US സഹായം നിർത്തലാക്കുന്നത്. HIV എയ്ഡ്സ് മേഖലകളിലുള്ള സഹായ ഫണ്ടിംഗ് അമേരിക്ക ഭരണകൂടം നിർത്തുന്നത് ദക്ഷിണാഫ്രിക്കയിൽ 5 ലക്ഷം മരണങ്ങൾക്ക് കാരണമാകുമെന്ന റിപ്പോർട്ട്. HIV എയ്ഡ്സ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ധനസഹായം നിർത്തലാക്കുന്നതുമായി അറിയിച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ്
മരണനിരക്ക് ഉയരുമെന്ന റിപ്പോർട്ട് പുറത്തെത്തിയിരിക്കുന്നത്. ഈ ഫണ്ടിംഗ് നിർത്തുന്നതോടെ വരും ദിവസങ്ങൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. മോചിതനായ ഇസ്രയേലി ബന്ദിയായ എലി ഷറാബുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ട്. വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചതായി ഷറാബിയുടെ സഹോദരൻ ഷാരോൺ പറഞ്ഞു. ഏകദേശം 500 ദിവസത്തെ തടവിനു ശേഷം ഫെബ്രുവരി 8-നാണ് ഷറാബിയും മറ്റ് 2 ബന്ദികളും മോചിതരായത്. എന്നാൽ കൂടിക്കാഴ്ച എന്നാണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. റെയിൽവേ യാത്രാ ദുരിതത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് ഗ്രീക്ക് സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രതിഷേധം അതിരു കടന്നതോടെ റെയിൽവേ നവീകരിക്കാമെന്ന വാക്ക് നൽകി ഗ്രീക്ക് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്സോട്ടാക്കിസ്. 2023-ൽ 57 പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ അപകടത്തെ തുടർന്നാണ് ട്രെയിൻ ഗതാഗതം താറുമാറായത്. ദുരന്തം നടന്ന് 2 വർഷം കഴിഞ്ഞിട്ടും ഗതാഗതം ശരിയാക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതോടെയാണ് പ്രധാനമന്ത്രി പിഴവ് സമ്മതിക്കുകയും സുരക്ഷിതത്വവും ആധുനികവുമായ റെയിൽവേ നവീകരണം ഉടൻ ആരംഭിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ജുമൈറ ഏരിയയിലെ വൈൽഡ് വാദി വാട്ടർ പാർക്കിൽ തീപിടുത്തം. പരിക്കോ ആളപായമോ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശനിയാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. ചെറിയ രീതിയിലുള്ള അഗ്നിബാധയാണ് ഉണ്ടായത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് തീപിടുത്തത്തിന് കാരണം. സംഭവസ്ഥലത്ത് ഉടൻ തന്നെ ദുബായ് സിവിൽ ഡിഫൻസ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിനെതിരെ മുന്നറിയിപ്പുമായി UAE ആഭ്യന്തര മന്ത്രാലയം. മരുന്നുകളുടെ ദുരുപയോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് മന്ത്രാലയം പുറത്തിറക്കിയ സ്കൂൾ വിതരണം ചെയ്ത ഡ്രഗ്സ് പ്രിവെൻഷൻ ഗൈഡിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ചില മരുന്നുകളോടുള്ള ആസക്തിയും അമിത ഉപയോഗവും മരണത്തിലേക്കോ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്കോ നയിക്കുമെന്നും ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. പ്രശസ്തമായ മണ്ടക്കാട് ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെ വാർഷിക കൊട മഹോത്സവത്തിന് കൊടിയേറ്റ് ചടങ്ങുകളോടെ തുടക്കമായി. പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് ആണ് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തത്. മുൻ തെലങ്കാന ഗവർണർ ഡോക്ടർ തമിഴൈസി സൗന്ദരരാജൻ, മുൻ കേരള മന്ത്രി VS ശിവകുമാർ എന്നിവർ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്ര തന്ത്രി ഇടക്കോട് ശങ്കരനാരായണൻ അയ്യർ ഉത്സവ ചടങ്ങുകൾ കാർമ്മികത്വം വഹിച്ചു. ഉത്തരാഖണ്ഡിലെ മഞ്ഞിടിച്ചിലിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മരണം 8 ആയി. അവസാന തൊഴിലാളിയുടെയും മൃതദേഹം കണ്ടെത്തി. ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ ജില്ലയിൽ മഞ്ഞുമല ഇടിഞ്ഞ് വെള്ളിയാഴ്ചയാണ് അപകടമുണ്ടായത്. 57 തൊഴിലാളികളായിരുന്നു അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന ദിവസം തന്നെ 33 പേരെയും ഇന്നലെ 17 പേരെയും രക്ഷപ്പെടുത്തിയിരുന്നു. കര, വ്യോമസേന, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, ദേശീയ ദുരന്ത നിവാരണ സേന, സംസ്ഥാന ദുരന്ത നിവാരണ സേന എന്നിവരുടെ സഹായത്തോടെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇനി കേരള വാർത്തകൾ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ ഹർജിയാണ് തള്ളിയത്. നേരത്തെ സിംഗിൾ ബെഞ്ചും ഹർജി തള്ളിയിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും CBI അന്വേഷണം വേണമെന്നും ഭാര്യ മഞ്ജുഷയുടെ ആവശ്യം. അതേസമയം CBI അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബത്തിന് നീതി കിട്ടുമെന്നും കേരള പോലീസിന്റെ അന്വേഷണത്തിൽ നീതി കിട്ടില്ലെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു. പോലീസിന്റെ സേവനങ്ങൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും ബോധിപ്പിക്കാനായി പരാതി പരിഹാര സംവിധാനം നിലവിൽ വന്നു. തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസിന്റെ ഓൺലൈൻ പോർട്ടലായ തുണയിലൂടെയോ പോൽ ആപ്പിലൂടെയോ പരാതി നൽകുകയോ മറ്റ് സേവനങ്ങൾക്കായി അപേക്ഷിക്കുകയോ ചെയ്യുന്ന വ്യക്തിക്ക് അപേക്ഷ പൂർത്തിയായ ശേഷം പോലീസ് സേവനത്തെക്കുറിച്ച് വിലയിരുത്താനും പരാതിപ്പെടാനുമായി ഒരു ലിങ്ക് അടങ്ങിയ SMS ഫോണിൽ ലഭിക്കുന്നതാണ്. ഈ ലിങ്കിലൂടെ തുണ പോർട്ടലിലേക്ക് പോവുകയും അവിടെ ലഭിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി പ്രതികരണങ്ങൾ അറിയിക്കാം. ഒപ്പം നിർദ്ദേശങ്ങൾ നൽകാനും കഴിയും. പോലീസ് സേവനങ്ങളിൽ പരാതിയുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനാകും. അകാരണമായ അപേക്ഷകൾക്ക് രസീത് നിരസിക്കൽ, മോശമായ പെരുമാറ്റം മുതലായവ റിപ്പോർട്ട് ചെയ്യുവാൻ കഴിയും. പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി സേവനങ്ങൾ നേടുന്നവർക്കായി പോലീസ് സ്റ്റേഷനിൽ പതിച്ചിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്ത് പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാം. ഇങ്ങനെ സമർപ്പിക്കുന്ന പരാതികൾ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിക്കുന്നതാണ്. പരാതി പരിഹരിക്കാനുള്ള നടപടികൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നടപ്പാക്കുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ നിരീക്ഷണത്തിലായിരിക്കും. ന്യൂസ് ഡെസ്ക് ആനന്ദ് TV. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 110.04 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.29 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 90.93 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.26 US ഡോളർ. ഇനി സ്പോർട്സ്. മദ്യപിച്ച് വാഹനമോടിച്ചതിന് എക്സിറ്റർ സിറ്റി ഫുട്ബോൾ താരം ഇൽമാനി നിക്സാന് വിലക്കും 2000 പൗണ്ട് പിഴയും. കഴിഞ്ഞ മാസം 6-നാണ് സംഭവം.
പോലീസ് നടത്തിയ പരിശോധനയിൽ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെന്ന് വ്യക്തമായി. തുടർന്ന് ഫെബ്രുവരി 24 തിങ്കളാഴ്ച എക്സൈഡിനെ ജില്ലാ ജഡ്ജിയുടെ മുൻപാകെ ഹാജരാക്കുകയായിരുന്നു. ന്യൂസിലൻഡിനെതിരായ ചാമ്പ്യൻസ് ട്രോഫി പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആവേശ വിജയം. ടൂർണമെന്റിലെ അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ 44 റൺസിനാണ് കിവിപ്പടയെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 250 റൺസ് വിജയലക്ഷ്യം മറികടക്കാനായി ന്യൂസിലൻഡിനെ 45.3 ഓവറിൽ 205 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടാക്കുകയായിരുന്നു. 5 വിക്കറ്റ് വീഴ്ത്തിയ വരുൺ ചക്രവർത്തിയാണ് ന്യൂസിലൻഡിനെ ഒതുക്കിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈനുമായി ചേർന്ന് 4 പോയിന്റ് പദ്ധതി പ്രഖ്യാപിച്ച് കെയർ സ്റ്റാർമർ. അമേരിക്കയെ ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമമെന്ന് സ്റ്റാർമർ. വിശ്വാസികൾക്ക് ആശ്വാസം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില തൃപ്തികരം. ആശുപത്രി ചാപ്പലിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പാപ്പ. 4 ഓസ്കാർ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി തിളങ്ങി അനോറ. ഗാസ മുനമ്പിലേക്കുള്ള സഹായം തടഞ്ഞ് ഇസ്രയേൽ. നീക്കം ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം അവസാനിപ്പിച്ചതിന് പിന്നാലെ. വെടിനിർത്തലിനുള്ള യുഎസിന്റെ നിർദ്ദേശം അംഗീകരിച്ച് ഇസ്രയേൽ. വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗത്തിനെതിരെ മുന്നറിയിപ്പ് നൽകി ആഭ്യന്തര മന്ത്രാലയം. ബോധവൽക്കരണം തുടങ്ങി. മണ്ടയ്ക്കാട് ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെ വാർഷിക കൊട മഹോത്സവത്തിന് തുടക്കം. പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.